ആ പ്ലേറ്റിന്റെ അടുത്ത് മതിയല്ലേ? ഓ ഇത് മതി. ഇതിപ്പോ അവസാനം എന്താണെന്നറിയോ, ബാധി പ്രതിയായി എന്ന് പറഞ്ഞ പോലെ 1.5 മാസം ജോലിയും കളഞ്ഞ് കൂടെ നിന്ന് നോക്കിയത് ഞാൻ. അവസാനം എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല. അതൊക്കെ വീടടാ, എന്തിനു ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല മറുപടി കൊടുക്കണം. ഇത് എന്നും മനുഷ്യന് സ്വൈരമില്ലാന്ന് വെച്ചാല് കാല് തന്നെ വന്ന ഞാൻ കാരണം. അതിപ്പോ കാലുവേന ഇപ്പൊ വന്നൊന്നല്ലല്ലോ, കാലുവേന പണ്ടേ ഇല്ലേ? അങ്ങനെയല്ലല്ലോ പറയുന്നത്. ഞാൻ നോക്കിയത് ശരിയായില്ല, പഴയ ഭക്ഷണമാണ് കൊടുത്തത്, എന്തൊക്കെയോ ചെയ്തു, ഇങ്ങനെ പറഞ്ഞിട്ട് പഴയ ഭക്ഷണമാണ് കൊടുത്ത്. അപ്പൊ നല്ല ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തത്. അവസാനം അവിടെ എത്തിയപ്പോ അവളെന്നെ നോക്കിയില്ല, അവളെന്നെ കൊല്ലാൻ നോക്കി, എന്തൊക്കെയാ പറയുന്നത്? ഒരു സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? എടാ, നീ എന്താണ് ചെയ്യുന്നത് എനിക്കും അറിയാം, അമ്മയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നീ നല്ല മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. ആ ടൈമിൽ അമ്മ എന്തായിരുന്നു പറഞ്ഞു, എന്റെ മരുമോള് അതാണ് ഇതാണ് മറ്റേത് മറിച്ചത്. അസുഖം മാറി കഴിഞ്ഞപ്പോ ഇങ്ങനെ മാറുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ ഈ അസുഖം തുടങ്ങി കഴിഞ്ഞപ്പോഴേ അമ്മ എവിടെ നിന്നുണ്ടായിരുന്നത്? അനിയന്റെ അടുത്ത്. അവൻ എന്താ ചെയ്തേ? 2-3 പാരസെറ്റമോൾ വാങ്ങിക്കൊടുത്തു, ഒരു ബേസിക് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അമ്മേനെ നോക്കുന്നത് നമ്മുടെ കടമ തന്നെ, അല്ലാന്നൊന്നും പറയുന്നില്ല. അനിയന്റെ കുട്ടികളെ നോക്കാൻ വേണ്ടി പോയി നിന്നതല്ലേ. അവസാനം പൈസ മുടക്കേണ്ട കാര്യം വന്നപ്പോ ആരുമില്ല, ഹോസ്പിറ്റലിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? അപ്പൊ അമ്മയ്ക്ക് എല്ലാം അറിയാം, എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന്. അവരൊന്നും 5 പൈസ ഇറക്കില്ല ഒന്നിനും. അതിലൊന്നും കുഴപ്പമില്ല, ഞാൻ ജോലിക്ക് കയറിയതേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ലീവ് കിട്ടുമോ 2 മാസം കയറുമ്പോഴത്തേക്കും? അവസാനം ജോലിയും കളഞ്ഞിട്ടാണ് നിന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു എന്റെ മരുമോൾ ഇത് ചെയ്തു, അത് മതി. ഇത് അസുഖം മാറി നല്ല ഉഷാറായതും അവിടെ ചെന്ന് പറഞ്ഞിരിക്കുക, ഞാൻ അവിടെ നിന്ന് ഛർദ്ദിച്ചു, അത് എനിക്ക് അവള് വിഷം കലക്കി തന്നിട്ടാ. ഇത് എന്താ ഇത്? അവിടെ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞത് ഇപ്പൊ അസുഖം മാറിയിട്ട് 4-5 മാസമായി, ഈ പാട്ട് ഇനിയും നിർത്തിയിട്ടില്ല. ഇത് തന്നെ ഇപ്പോഴും പറയുന്നത്. ആൾക്കാരൊക്കെ അവിടെ നിന്ന് ചെല്ലുമ്പോഴല്ലേ ഒരുമാതിരി നോട്ടാ നോക്കുന്നത്. എനിക്കറിയില്ല ഈ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടുന്നതെന്ന്. സത്യം പറഞ്ഞ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാര്യമില്ല. അമ്മയ്ക്ക് ഇങ്ങോട്ട് സ്നേഹിക്കാൻ അറിയില്ല. സ്നേഹിക്കാനല്ല പറഞ്ഞ് മനഃപൂർവ്വം സ്നേഹിക്കില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയുന്നുണ്ട്, പക്ഷെ മനസ്സിലാക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, ഇതിനെ ഒരു അവസാനം ഉണ്ടാക്കണമെങ്കിൽ നീ തന്നെ ഒന്ന് പ്രതികരിക്കാൻ പഠിക്കും, അല്ലെങ്കിൽ കാര്യമൊന്നും നടക്കില്ല. ഇല്ലടോ, ഇന്നലെ വന്നില്ല. ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് വരാനുണ്ട്. ആ, അതിവിടെ ഏട്ടന്റെ അനിയനെ കാറിന്റെ ഒരു ഷോറൂം തുടങ്ങുന്നുണ്ടേ. അപ്പൊ അതിന്റെ ആ സമയത്ത് വരാം. അന്നേരം നിന്റെ വീട്ടിലും കയറാം. എങ്ങനെ? ഇല്ല. അല്ല, നീ എങ്ങനെ അറിഞ്ഞു? ആ, എടാ, ഞാൻ ഇതാ വരണു. എടാ, ഏട്ടൻ വിളിക്കുന്നു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം കേട്ടോ. ആ, ശരി ശരി. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ അനിയന്റെ ഷോറൂം ഇല്ലേ, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പിന്നെ നിനക്ക് വേറെ ഒരു പണിയില്ലേ? രാവിലെ തന്നെ വെറുതെ ഓരോന്നും കൊണ്ട് വന്നോളൂ. ഞാൻ ഒരു പണിയില്ലാത്തോണ്ട് പറയുന്നതല്ല. എന്നെ ഇപ്പൊ അശ്വതി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ വീടിനടുത്തല്ലേ അനിയന്റെ ഷോറൂം വരുന്നത്. ഇന്നലെ അതിന്റെ ഉദ്ഘാടനം ആയിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞോന്നോ? എടി, അത് അവള് വേറെ ആരെങ്കിലും ഷോറൂമിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞതായിരിക്കും. എന്റെ അനിയന്റെതാണെങ്കിലും പിന്നെ അവൻ എന്നോട് പറയാണ്ടിരിക്കുവോ? അങ്ങനെ വിശ്വസിച്ചിരുന്നോ? വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്, അപ്പൊ മനസ്സിലാവും. എടി നീ നിൽക്ക്. എടി, അശ്വതി നിന്നെ വിളിച്ചിട്ടേ ശരിക്കും എന്താ പറഞ്ഞു? നീ ഒന്ന് തെളിച്ചു പറയേ, എന്നല്ലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ അനിയന്റെ പേര് അനിൽ എന്നല്ലേ, അല്ലാണ്ട് മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. ഒരാഴ്ച മുമ്പ് തന്നെ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ അറിയിച്ചിട്ടുണ്ട് കടന്റെ ഉദ്ഘാടനം. ഇന്നലെ 9:30-ആയിരുന്നു. നിങ്ങളുടെ അമ്മയും പെങ്ങളും ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ പരിചയത്തിന്റെ പേരിൽ അവളെ എന്നെ നിങ്ങളെയൊക്കെ ഞാൻ നോക്കി. നമ്മൾ ആരെയും കണ്ടില്ല, അതുകൊണ്ട് അവൾ ഇന്ന് ഇങ്ങോട്ട് വിളിച്ചു. നമ്മളെന്താ പോവാത്തത്, പിന്നെയാണോ പോയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇന്നലെയും കൂടെ ഞാൻ അവരോട് സംസാരിച്ചതാണ്. അവൻ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മയെ വിളിച്ചു, അമ്മയൊന്നും പറഞ്ഞില്ല. ഇവരെന്താ നമ്മളെടുത്ത് മറച്ചു വെക്കുന്നത്? നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് വല്ല പൈസയും വാങ്ങിയിട്ട് കൊടുക്കാനുണ്ടോ? ഞാനോ? ഞാനെന്തിനാ അവന്റെ കയ്യിൽ പൈസ വാങ്ങണം? എല്ലാരും എന്റെ കയ്യിൽ അങ്ങോട്ട് പൈസ വാങ്ങിട്ട് കൊടുക്കുന്നവരെ, ഞാൻ ഒരാളെ 5 പൈസ വാങ്ങിയിട്ടില്ല. എന്നാ പിന്നെ നിങ്ങളൊരു കാരണം പറയേ.
നാട്ടുകാരെ മുഴുവൻ വിളിച്ചു, സ്വന്തം കൂടെ പറപ്പിനെ മാത്രം വിളിച്ചില്ല. അവന് ഷോറൂമിന്റെ പണി നടക്കുന്ന സമയത്തെ നിങ്ങൾ ഒരുപാട് സഹായിച്ചല്ലേ. ഞാൻ ഇന്നലെ അവന് ഫോൺ ചെയ്തിട്ടാണ്. അപ്പം പറഞ്ഞു ഏട്ടാ ഭയങ്കര തിരക്കാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പൊ അവന്റെ തിരക്ക് ഇതൊക്കെ ആയിരിക്കുമല്ലേ. അമ്മേനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മയ്ക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിനെ കുറിച്ച് ഒരക്ഷരം അമ്മ വേണ്ടിയില്ല. അമ്മ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവന്റെ കാര്യത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അവന്റെ മനസ്സിൽ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും തെറ്റിദ്ധാരണന്റെ പേരിലാണെങ്കിലും നിങ്ങളെ അറിയിക്കാതിരുന്നു. എന്തായാലും അമ്മേനെ ഒന്ന് വിളിക്കേ, കാര്യങ്ങൾ അറിയാലോ. ഹലോ അമ്മ, വീട്ടിൽ നമ്മ വിശേഷം? ഒരു വിശേഷമില്ലേ? ആ, പിന്നെ അനിലിന്റെ ഷോറൂമിന്റെ കാര്യം എന്തായാലും പണി കഴിഞ്ഞോ? അടുത്ത മാസമല്ലേ ഇനോഗ്രേഷൻ എന്ന് അമ്മയും അവനും എന്നോട് പറഞ്ഞേ. ആണ്. ഒന്നുമില്ല, ശ്രുതിന്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറഞ്ഞതാ അനിലിന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു. വേറെ ഏതൊക്കെയോ സിരി നടിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ നിലവിളക്കേണ്ടത് നിന്ന് ചെണ്ടകൊട്ടും മേളവും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ കുറച്ച് ഫോട്ടോസും വാട്സപ്പ് ചെയ്തിട്ടുണ്ടാവും. അന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഹലോ 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 കട്ട് ചെയ്തു ഫോൺ. ഷോ ആകെയുള്ളത് ഈ ക്യാരറ്റും തക്കാളിയും ബീട്രൂട്ടും. അതുകൊണ്ട് ഞാനിപ്പോ എന്താ ചെയ്യാ? ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? അങ്ങോട്ടേക്ക് വാ. ഞാൻ വരാം. ഇതിപ്പോ കറി എന്തുണ്ടാക്കാൻ ആകെയുള്ള ഇതാ. നമ്മൾ മാത്രമാണെ കുഴപ്പമില്ല, അമ്മയില്ലേ. എടി ഉച്ചയായിട്ടൊന്നുമില്ലല്ലോ, ഒരു 10-15 മിനിറ്റ് വരെ. അങ്ങനെ ചിക്കൻ വേണമെങ്കിൽ ഞാൻ ചെന്ന് വാങ്ങിയിട്ട് വരാം. ഒന്നല്ലേ എന്റെ അമ്മയല്ലേ വന്നിരിക്കുന്നത്, വേറെ ആരില്ലല്ലോ. എന്തിനിങ്ങനെ പേടിക്കുന്നത് ഓർത്തിട്ട്? ചായ എടുത്തോ? ആ ചായയൊക്കെ ആയി. ഇതിപ്പോ അമ്മ പറഞ്ഞിട്ട് വന്നാണല്ലോ എന്തെങ്കിലും ചെയ്തു വെക്കായിരുന്നു, അത് പറയാണ്ട് വന്നോണ്ട്. അതൊന്നും സാരല്ല, നീ ഇപ്പൊ ചായ എടുത്തിട്ടോ. ആ അമ്മയോള് ചായ എടുക്കുന്നുണ്ടേ, ഇപ്പൊ വരും. ഓ അതെനിക്ക് മനസ്സിലായി, ചായ എടുക്കാൻ പോയതാണെന്ന്. ഞാൻ വന്ന് കേറിയ സമയത്തൊന്ന് മുഖം കാണിച്ചിട്ട് അകത്തേക്ക് പോയത്. പിന്നെ ഇത്ര നേരം തിരിഞ്ഞു നോക്കിയിട്ട്. ഞാൻ നിക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, തിരിച്ചു പോകാൻ വേണ്ടി തന്നെയാ വന്നത്. അമ്മ എന്തിനും ഈ വേണ്ടതൊക്കെ ചിന്തിച്ചു കൂട്ടാ നിൽക്കുന്നത്? അമ്മ പറയാണ്ടല്ലേ വന്നത്. ഇതാ ആ കൂടെ പച്ചക്കറിയേ ഉള്ളൂ. അപ്പൊ അവൾ അത് ഓർത്ത് ടെൻഷൻ അടിച്ചിക്ക എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട്. ഓ ഇനി പറഞ്ഞിട്ടും കൂടി വരണം. ഞാൻ മനഃപൂർവ്വം പറയാണ്ട് വന്നത് തന്നെയാ. നീ പറഞ്ഞു വിളിച്ചു പറഞ്ഞു എല്ലാം ചെയ്തിട്ട് വന്നിട്ട് വേണം ഞാൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും വീടും പൂട്ടി നിങ്ങൾക്ക് രണ്ടാക്കും കൂട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഇവിടെ പോകാൻ. അമ്മ എന്തെങ്കിലും ഇവിടെ വരുമ്പോഴേ ഞങ്ങൾ വീട് പൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞങ്ങൾ ഇവിടെ നിൽക്കാനല്ലേ പറയുന്നുള്ളൂ അമ്മേനോട്. അമ്മ തന്നെയല്ലേ പറയാറുണ്ടായിരുന്നത്, ഇവള് നോക്കിയത് ശരിയായില്ല, ഞാൻ അവിടെ തന്നെ നിൽക്കുള്ളൂ, ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു പോയതല്ലേ അമ്മ. അല്ലാണ്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടതാ? അതൊക്കെ വിട്. ഇത്രയും തിരക്കിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണും. അതെന്താ അത് പറയും. അത് പറയാൻ തന്നെ മെയിനായിട്ട് വന്നത്. ഇനി എനിക്ക് അവന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പോഴത്തേക്ക് അവന്റെ സ്വഭാവം അങ്ങോട്ട് കാണാം. അതെന്ത് പറ്റി? ഇളയ മോന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഭയങ്കര ഗ്രാൻഡ് ആക്കി നടത്തിയാണല്ലോ, എന്നെ പോലും അറിയിക്കാണ്ട്. 2 മാസം കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും അടിച്ചു പിരിഞ്ഞോ? നിന്നെ അറിയിക്കാത്തതിലൊക്കെ കാര്യമുണ്ട്. അവൻ എന്നോട് പറഞ്ഞു നിന്നോട് പറയണ്ട, നീ അവന്റെ ഷോപ്പിന്റെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയിരുന്നു. പിന്നെ ഞാനെന്ത് ചെയ്യാൻ? അതിന് ഞാൻ അവനോട് എന്തെങ്കിലും ചെയ്തോ? 2 മാസം മുമ്പേ അവന്റെ ഷോറൂമിന്റെ പണി സ്റ്റോപ്പായി. അപ്പൊ അവൻ എന്നോടാ പൈസ ചോദിച്ചത്. ഞാൻ എവിടുന്നൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതെന്നറിയാം. ആ നന്ദി പോലും അവൻ കാണിച്ചില്ലല്ലോ ആ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്. വിളിക്കണ്ട, അറ്റ്ലീസ്റ്റ് വരണ്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുവിട കാര്യങ്ങൾ. ഓ അതിനിപ്പോ നീ ഇത്ര വലിയ കണക്കൊന്നും പറയാൻ നിൽക്കണ്ട. കടമയല്ലേ ചെയ്തത്, സ്വന്തം അനിയനല്ല, അല്ലാണ്ട് പുറമെ ആരെങ്കിലും. ഇതിപ്പോ അവനെ കുറ്റം പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. നീ മാത്രമാണ് അവിടെ ഉള്ളത്, പുറമെയുള്ള ഓരോരുത്തരും കൂടി ഇല്ലേ. നിന്നോട് പറഞ്ഞിട്ട് വേണം ഇനി നാട് മുഴുവൻ പാട്ടാകാൻ. അതൊക്കെ കൊണ്ട് തന്നെയാ പറയാത്തത്. അറിയണ്ടാത്തവർ അറിയണ്ടാതെ, അല്ലാണ്ട് നിന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. പുറമേ നിന്നുള്ള ആരാ ഇവിടെ ഉള്ളത്? എന്റെ ഭാര്യനെയാണോ അമ്മ ഉദ്ദേശിച്ചത്? അമിത ചായ. നീ എന്തിനിപ്പോ ചായ ഒക്കെ എടുത്തുന്ന? എന്നോട് കൂടി ചോദിക്കണ്ടേ ചായ വേണോ വേണ്ടയോ എന്ന്? എനിക്കിപ്പോ ചായ കുടിക്കാനൊന്നും തോന്നുന്നില്ല. വരുമ്പോ അവിടെ നിന്ന് കുടിച്ചിട്ട് വന്നതാ. അതെന്തമ്മേ, ചായ കുടിക്കേ? ഇത്രയും ദൂരം വന്നല്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ടാടാ. വേണമെങ്കിൽ ഇപ്പൊ എന്താ കുടിക്കാൻ?
പിന്നെ ഈ മധുരം ഒന്നും ഞാൻ കഴിക്കില്ല. നീ ഒന്നും വിചാരിക്കൊന്നും വേണ്ട, എനിക്ക് മധുരം ഒന്നും ഇപ്പൊ പറ്റുന്നില്ല. അതൊക്കെ അവിടെ കൊണ്ടുവച്ചോ. എന്നാ പിന്നെ അമ്മയൊന്ന് ഡ്രസ്സ് മാറണേ, ഞാനേ കുറച്ച് ചിക്കൻ വാങ്ങിട്ട് വരട്ടെ. വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാം. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാണല്ലോ. ഞാൻ മാറ്റാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. പോരാത്തതിന് ഇവിടെ ഉള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് പോയില്ല, ആ സമയത്ത് കൊണ്ടും പോയി. ഇനിയിപ്പോ ഇവിടെയൊന്നുമില്ല. ഞാനേ അത്യാവശ്യം കാര്യം പറയാൻ വന്നത്. ആ കാര്യം പറയണം, ഇപ്പൊ തന്നെ തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ. അമ്മയല്ലേ പറഞ്ഞ അമ്മയ്ക്ക് വയ്യാന്ന്. പോരാതിന് ഇപ്പൊ അവനോട് വഴക്കിട്ടാ വന്നിരിക്കുന്നത്. പിന്നെ എങ്ങോട്ടപ്പോ തിരിച്ചു നിൽക്കുന്നേ? അവന്റെ അടുത്തേക്ക് എന്തായാലും ഞാൻ തിരിച്ചു പോകുന്നില്ല. ഷോറൂമിന്റെ ഉദ്ഘാടനം കഴിയുന്നത് വരെ അമ്മേ 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 എന്ന് പറഞ്ഞ് നടന്നതാ. എല്ലാം ആയിക്കഴിഞ്ഞു. പിന്നെ അവക്കും അല്ലെ, അവള് കുറ്റം പറഞ്ഞൊന്നും കാര്യമില്ല, അവളൊരു ജോലിക്കാരിയാണ്. പിന്നെ അവർക്ക് തിരക്കും കാര്യങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ആണെങ്കിൽ പണിക്കാരെയും കിട്ടുന്നില്ല. അപ്പൊ എന്നെ ആ സ്ഥാനത്താണ് ഇപ്പൊ രണ്ടാളും കൂടി അവിടെ ആക്കിയിട്ടൊന്നും ഇല്ല. പക്ഷെ ആക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല. നീ ഒരു കാര്യം ചെയ്, നമ്മുടെ പഴയ വീടില്ലേ, അതിൽ കുറച്ച് പണിയുണ്ട്. അവന്റെ ഒപ്പം തന്നെ ആയിരുന്നില്ലേ 3-4 വർഷമൊക്കെ. ഒത്തിരി ഒന്ന് അടിച്ച് പോകും. പിന്നെ ഇവിടെ വന്ന് വയ്യാണ്ടും കിടന്ന് എല്ലാം കൂടിയായിട്ട് ആ വീട് നാശകോശമായി കിടക്കുന്നുണ്ട്. മഴ പെയ്തോടെ സ്റ്റെപ്പൊക്കെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിഞ്ഞു വന്ന് പുല്ലൊക്കെ നിറഞ്ഞ്, പിന്നെ മേലെ മുഴുവൻ പായലും പൂപ്പലും 4-5 ടൈലും പൊട്ടിക്കിടക്കുന്നു, അതും ഹാളിൽ തന്നെ. പിന്നെ ബാത്റൂമിലെ ക്ലോസറ്റിനും പൈപ്പിനും എല്ലാത്തിനും കംപ്ലൈന്റ് ഉപയോഗിക്കാണ്ട് ഇട്ടിട്ട്. എന്തായാലും ഒരു 4 ലക്ഷത്തിന്റെ പണിയൊക്കെ ഉണ്ടാവും. പിന്നെ നീ അന്നിട്ട ഷീറ്റില്ലേ മേലെ, തുണിയൊക്കെ ഉണങ്ങാനിടാൻ വേണ്ട, അതൊക്കെ അങ്ങോട്ട് എത്ര വർഷം മുമ്പ് കെട്ടിയതാ. അതും ഇപ്പൊ ഏകദേശമൊക്കെ തുരുമ്പൊക്കെ എടുത്ത് ഒരുമാതിരി ആയിട്ട് അതൊക്കെ ഒന്ന് മാറ്റ്. എനിക്ക് തുണി ഉണങ്ങാനിടാനൊക്കെ വേണമല്ലോ. മതി, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരത്തും ഒന്നും വേണ്ട. ഇനി അങ്ങോട്ടുള്ള കാലം അവിടെ തറവാട്ടിൽ നിൽക്കുകയാണ്. മക്കളൊന്നും നന്നല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ വയസ്സുകാലത്ത്? എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അമ്മയ്ക്ക് ഇവിടെ നിന്ന പോരെ? എടാ, ഞാൻ ഇവിടെ നിക്കണം എന്നൊക്കെ നിനക്ക് ആഗ്രഹം ഉണ്ടാവും, എന്റെ മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ എന്റെ മൂത്ത മോന്റെ ഒപ്പം താമസിക്കണമെന്നാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്, എന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് അവന്റെ ഒപ്പം നിൽക്കാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. അവന് എനിക്ക് നല്ലപോലെ അറിയാം പണ്ട് തന്നെ. പിന്നെ ഒരു പ്രശ്നവും ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം മനസ്സിൽ ഒതുക്കി നടക്കുന്നത്. നീ ഒരു ശുദ്ധനാ മോനെ. നീ ഇപ്പൊ എന്നെ വിളിക്കും അമ്മയെ വാ താമസിക്കുന്നു പറഞ്ഞിട്ട്. പക്ഷെ വേറെ ചിലരുണ്ടല്ലോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം കേട്ട് നീ തന്നെ എന്നോട് പറയാം അമ്മ ഇവിടെ നിൽക്കണ്ട, അമ്മ പോയിക്കോന്ന്. എനിക്കാകില്ല മക്കളെ ഈ നാടകം കളിക്കാൻ ഈ വയസ്സുകാലത്ത്. ആ ഒറ്റ കാരണം കൊണ്ടാ മനസ്സില്ലാ മനസ്സോടെ ഞാൻ നിന്നോട് പറയുന്നത്, ഞാൻ അവിടെ താമസിക്കാൻ ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെ അവൾ എന്നേലും അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മ എന്നെ അമ്പലത്തിൽ പോകണമെങ്കിലോ സിനിമയ്ക്ക് പോകണമെങ്കിലോ വേറെ എവിടേക്ക് പോകണമെങ്കിലും ഞാൻ മാത്രമല്ലേ കൂട്ടിക്കൊണ്ടുപോകുന്നുള്ളൂ. ഞാൻ അവളും കൂടെ വന്നിട്ടല്ലേ പല കാര്യങ്ങളും ചെയ്തു തരുന്നത്. അപ്പൊ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ അവൾ അങ്ങനത്തെ ഒരാളാണെന്ന്? അമ്മയ്ക്ക് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അവളല്ലേ ജോലിയും കൂലിയും കളഞ്ഞിട്ട് അമ്മേനെ നോക്കാൻ വന്നത്? വേറെ ഏതെങ്കിലും മക്കൾ വന്നു നിന്നോ? എനിക്കറിയാം നീ ഇത് തന്നെ പറയുള്ളൂ. അതന്നെയല്ലേ ഞാൻ ഒന്നും മിണ്ടാത്തത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 100 കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് എന്റെ വായടുപ്പിക്കാൻ വേണ്ടി. ആ അസുഖം വന്ന സമയത്തെ ഞാൻ അനുഭവിക്കാത്ത അനുഭവങ്ങളൊന്നുമില്ല. പടച്ച തമ്പുരാൻ പോലും പൊറുക്കില്ല എന്റെ അവസ്ഥ അന്നത്തെ. നീയാണെങ്കിൽ ജോലി സ്ഥലത്ത് ഞാൻ ഈ നാടകന്റെ ഒപ്പം എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയില്ലേ. യക്ഷിയാണ് അവള്, യക്ഷി. മോനെ എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും ഞാൻ അനുഭവിച്ചു. എനിക്ക് എന്നെ അങ്ങോട്ട് എടുത്തോടെ ദൈവമേ എന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചു. അതിന് അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നത്? സർജറി കഴിഞ്ഞ് 3-4 ആഴ്ച ബെഡ് റെസ്റ്റ്. അപ്പോഴാരാ നോക്കിയത് അമ്മേനെ? അമ്മേന്റെ മക്കളാ? അവളല്ലേ അമ്മേനെ വാഷ്റൂമിൽ കൊണ്ടുപോകാനും കുളിപ്പിക്കാനും അവൻ ഡ്രസ്സ് അലക്കി തരാനും എല്ലാം അവൾ തന്നെയല്ലേ ചെയ്തു തന്നത്. എല്ലാം ചെയ്തു തന്നിട്ട് ലാസ്റ്റ് റെഡി ആക്കിയിട്ട് വിട്ടു കഴിഞ്ഞപ്പോ ഇല്ലാത്ത കുറ്റല്ല അവക്ക്. നിനക്ക് ഇതൊക്കെ അവള് പറഞ്ഞു തന്ന അറിവല്ലേ ഉള്ളൂ. നീ ഇവിടെ ഉണ്ടായിരുന്നോ കാണാൻ? സത്യം പറയാലോ മോനെ, എന്നെ ചികിത്സിക്കണ്ടായിരുന്നു. എന്റെ അസുഖം ഉണ്ടായിക്കോട്ടെ, അതവിടെ നിന്നോട്ടെ, എനിക്ക് ചികിത്സയേ വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ ഈ അനുഭവിച്ചൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഞാൻ ആ സർജറിന്റെ റൂമില് ആ ദിവസങ്ങളിൽ അനുഭവിച്ച വേദന ഒന്നുമല്ല ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മോളെടുത്ത് പോയപ്പോ അവൾ എന്നോട് പറയും അവിടെ സർജറി കഴിഞ്ഞവരൊക്കെ 2ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ എഴുന്നേറ്റ് ഓടിയെന്ന്. അത്രയും എനർജി. ഞാൻ എങ്ങനെ കിടപ്പിലായി? നീ അത് പറ. എന്തുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കിടപ്പിലായി? അവള് ചോദിക്ക, എന്തിന്? അനിലിന്റെ വൈഫ് മൂക്കത്ത് വിരല് വെച്ച് ചോദിക്കുന്നു, അമ്മ ആകെ ഉടഞ്ഞു പോയല്ലോ. അത് ഞാൻ എങ്ങനെ ഉടഞ്ഞു?
നിനക്കിതൊന്നും വിശ്വാസമാകില്ല. വിശ്വാസമാകില്ല എന്ന് പറഞ്ഞാൽ ആകില്ല. എന്റെ അനുഭവം ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അത്രയും വലിയ അനുഭവം ഉണ്ട് ഞാൻ ഇവിടെ കിടന്ന് അനുഭവിച്ചത്. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പേടി സ്വപ്നം. അതിനിവിടെ എന്താണ് സംഭവിച്ചത് അത് തെളിച്ചു പറയേ, എന്നിട്ട് തീരുമാനിക്കാൻ വിശ്വസിക്കണോ വേണ്ടേ. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കോ? നീ അത് വിട്. അത് പറയാനാണോ ഞാൻ ഇവിടെ വന്നത്? വെറുതെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീ ഞാൻ പറഞ്ഞ കാര്യമില്ലേ അതങ്ങോട്ട് ചെയ്തതാ. എന്ത് കാര്യം? വീടിന്റെ കാര്യമാണെങ്കിൽ അമ്മ പറയണ്ട, അത് ഞാൻ ചെയ്തു തരില്ല. അവിടെ ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? കുറച്ച് ടൈൽസ് പൊട്ടിയിട്ടുണ്ട്, വാഷ്റൂമിൽ കുറച്ച് പണിയെടുക്കാനുണ്ട്, അതേപോലെ റൂഫിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വരുത്തി വെച്ചതാ. നിങ്ങളല്ലേ അവിടെ താമസിച്ചത്, അമ്മയും അനിലും അവന്റെ ഭാര്യ എല്ലാരും കൂടെ. അപ്പൊ നിങ്ങളല്ലേ അവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്, അല്ലാണ്ട് ഞാനാണോ? വീട് ഞാനാ കെട്ടി തന്നതെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ സമ്മതിക്കെങ്കിലും ചെയ്തു. അതന്നെ വലിയ കാര്യം. എന്നോടേ അവിടെ തറവാട് പൊളിച്ചിട്ട് അവിടെ വീട് കെട്ടാൻ നേരത്തെ അമ്മ എന്താ പറഞ്ഞത്? മോൻ, ഈ വീട് നിനക്കുള്ളതാണ്, ഞാൻ നിന്റെ കൂടെയാണ് താമസിക്കുക. വീടെല്ലാം പൈസയൊക്കെ ഒരുപാട് ചെലവാക്കി വീടൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേൻ്റെതാ. എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല, എൻ്റെ കൂടെ താമസിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യ ഇപ്പോൾ പോരാൻ വയ്ക്കുന്നു. എന്നിട്ട് എനിക്ക് മൂലയ്ക്ക് ഒരു 10 സെന്റ് തന്നിട്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്കി, വീട്ടിൽ നിന്ന് ഔട്ടാക്കി. അമ്മ എന്നോട് പറഞ്ഞത് അനിലിനെയാണ് വിശ്വാസം, അമ്മ അവന്റെ കൂടെ നിൽക്കുള്ളൂ, പിന്നെ ഈ വീട് അവനെ പോകുള്ളൂ എന്നല്ലേ. എന്നാ പിന്നെ അവനോട് പറയും വീട് നന്നാക്കി തരാൻ. ഞാൻ എന്തിനാ നന്നാക്കി തരേണ്ട കാര്യം? എന്റെ മോൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത്? നീ എന്നോട് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു വാക്ക് കയർത്ത് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കറിയാം ഇത് നിന്റെ വായിന്ന് വരുന്ന വാക്കുകളേ അല്ല. ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തന്നെ മറുപടി പറയണം നിന്നെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചതല്ലേ, അവളും അവളെ തള്ളയും കൂടിയിട്ട്. അതല്ലേ നീ ഇപ്പൊ എന്നോട് ഇവിടുന്ന് ഉരിയാടുന്നത്? വീട് കെട്ടിത്താന്ന് പറഞ്ഞതാ, അപ്പോഴത്തേക്കും ഒന്നും നോക്കണ്ട ഇതാ അമ്മയെന്ന് പറഞ്ഞിട്ട് നീ ആ പൈസ മുഴുവൻ മുടക്കി വീട് കെട്ടി. അനിലിനെ ഒന്ന് പഠിപ്പിക്കണം മോനെ പറഞ്ഞ് നീ പഠിപ്പിച്ചു. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നീ ചെയ്തു തന്നിരിക്കണേ. നീയാണ് ഒരു 4 ലക്ഷം രൂപയ്ക്ക് വേണ്ടി എന്റെ മുമ്പിൽ ഇരുന്ന് കണക്ക് പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, അപ്പുറത്ത് സൗദാമിനി വാടക വീട് കൊടുക്കുന്നുണ്ട്, ഞാൻ അവളെ വാടക വീട്ടിലേക്ക് മാറാം. ഇളയ മോൻ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും കുറ്റം പറയില്ല. പക്ഷെ നിന്നെ പറയും. പറഞ്ഞാൽ ഞാൻ പറയാം എന്റെ മോൻ ശുദ്ധനാണ്, അവൻ പാവമാണ്, അവന് വന്നൊരു താടക ഉണ്ടല്ലോ അവള് കാരണം എനിക്ക് 5 പൈസ തരുന്നില്ലേ വീട് കെട്ടാൻ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് പറയാം. എന്നാ പിന്നെ അമ്മ അങ്ങനെ തന്നെ പറഞ്ഞോ? മരുമോള് പൈസ കൊടുക്കാൻ സമ്മതിക്കാണ്ടേ മോൻ അമ്മേനെ വാടക വീട്ടിലേക്ക് മാറ്റിയതാണ്. ഇനിയിപ്പൊ അതും കൂടിയേ പറയാനുള്ളൂ. ഇല്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എന്ത് ചെയ്തു തന്നാലും എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നാട്ടിൽ പറഞ്ഞു നടക്കുന്നത്. അതിന് ഞാൻ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ ഇങ്ങനെ ചാടിക്കളിച്ച് വരാൻ? ഞാൻ എന്റെ മോനോടല്ലേ പറഞ്ഞത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കണേലേ നീ ഇടപെടണ്ട. ഇത്രയും കാലം അവളെ കുറിച്ച് ഓരോ നമ്മ പറഞ്ഞു നടന്നപ്പോഴേ അവളൊന്നും മിണ്ടിയില്ലല്ലോ. അവളിപ്പോ സംസാരിക്കട്ടെ അമ്മേ. എന്നെ കുറിച്ചല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്റെ ഭർത്താവുണ്ട് ഇവിടെ, എന്റെ അമ്മായിയമ്മയുണ്ട് ഇവിടെ നോക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയാം. കാരണം നിങ്ങളൊക്കെ വെറും നുണ മാത്രമേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതേ എന്റെ ഭർത്താവിന്റെ അമ്മയാണല്ലോ എന്നുള്ള ബഹുമാനം വെച്ചിട്ടാ. പക്ഷെ അമ്മ പെരുമാറുന്നത് ഒരുമാതിരി എന്നെ ശത്രുവിനോട് പെരുമാറുന്ന പോലെയാ. അതുകൊണ്ട് ഇനി സഹിച്ചും ക്ഷമിച്ച് നിൽക്കുന്ന പരിപാടികൾ നിർത്തി. എന്നെ ഇപ്പൊ അശ്വതി വിളിച്ചിട്ടുണ്ടായിരുന്നു, അനിലിന്റെ വീട്ടിലെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. അനിലിന്റെ ഭാര്യ അവിടുത്തെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്താണെന്ന് അറിയോ? അമ്മ ഏതോ രാജ്ഞിനെ പോലെ ട്രീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അമ്മ അവിടെ സമാധാനം എല്ലാവർക്കും കൊടുക്കൂ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പൊ അനില് ഷോറൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയില്ലേ, പിന്നെ അവൾക്ക് അവളുടെ ജോലിയുണ്ട്, അതിന്റെ ഇടയ്ക്ക് പിള്ളേരെ നോക്കണം. ഇപ്പൊ അമ്മേനെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അമ്മ ഈ ഡ്രസ്സ് ഇട്, അത് ഇട്, ഈ ഭക്ഷണം കഴിക്കുന്നത് കുഞ്ഞാരിൽ നടന്നാൽ മാത്രമേ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നു. അപ്പൊ അത് നടക്കുന്നില്ല, അതിനു വേണ്ടി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇവിടുത്തെ പോലെ അവിടെ നടക്കില്ലല്ലോ, അവർ നന്നായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയാം അമ്മ എന്താണെന്നും അവരെന്താണെന്നും. അപ്പൊ ആ നാണക്കേട് സഹിക്കാൻ വയ്യാണ്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുറ്റം മുഴുവൻ എന്റെ തലയ്ക്ക്. ഞാൻ തിരിച്ചൊന്നും പറയില്ലല്ലോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അതും കേട്ട് തലയും താഴ്ത്തി മിണ്ടാണ്ട് നിൽക്കും. എന്റെ ഭർത്താവിന്റെ അമ്മയാണല്ലോ. ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇത്ര നേരം വരാതിരുന്നത് എന്താണെന്നറിയോ? ഏതുവരെ പോകുന്നു നോക്കാൻ വേണ്ടിയിട്ടാ. അമ്മ പറഞ്ഞല്ലോ, അമ്മ വയ്യാണ്ട് ഇവിടെ കിടന്നപ്പോഴേ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ദ്രോഹിച്ചു, അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ഞാൻ എന്ത് ദ്രോഹം നിങ്ങളോട് ചെയ്തത്? സമയാസമയത്തിന് ഭക്ഷണം തന്നതോ, മരുന്ന് തന്നതോ, അത് നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കി തന്നതോ? ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയല്ലേ നിങ്ങളെ ഞാൻ നോക്കിയത്? അന്നേരമൊക്കെ എന്ത് സ്നേഹമായിരുന്നു. അയ്യോ എന്റെ മറ്റു മക്കളൊന്നും ഒന്നിനും കൊള്ളില്ല, നീ നിന്റെ ജോലിയും കളഞ്ഞ് നിൽക്കുകയല്ലേ, അയ്യോ നിനക്ക് ബുദ്ധിമുട്ടായെന്നൊക്കെ ചോദിച്ചിട്ട് പഞ്ചപാവത്തിനെ പോലെ നിങ്ങൾ അഭിനയിച്ചത്.
അവസാനം എല്ലാം കഴിഞ്ഞ് ആരോഗ്യം ഒന്ന് തെളിഞ്ഞപ്പോ ആളാകെ അങ്ങോട്ട് മാറി. എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല, ഞാൻ ദുഷ്ടത്തിയായി, ഭയങ്കരയായി, ദ്രോഹിയായി. നിങ്ങളെ തിരിഞ്ഞു നോക്കാതെ നിങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ ഭയങ്കര സംഭവം അല്ലേ? ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അമ്മയ്ക്ക് പറ്റില്ല. ഈ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞ ടീമിൽ അതേ അമ്മയ്ക്ക് ചേരും. കാരണം അമ്മ അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടേ നിങ്ങൾ ഇനി ഇവിടെ നിർത്തി സൽക്കരിക്കാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. അമ്മ വാടക വീട്ടിൽ നിൽക്കുന്ന തന്നെയാ നല്ലത്. ഇങ്ങനെയുള്ള അമ്മമാർക്ക് അതൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പൊ അതിന്റെ പേരില് നാട്ടുകാരെല്ലാവരും കൂടി മരുമോളെ ഞാൻ കുറ്റപ്പെടുത്തിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഇത്രയൊക്കെ എന്നോട് ചെയ്യുമ്പോൾ ഞാനും തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എനിക്ക് നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാം. കഞ്ഞി ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ഉപ്പേരി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ വാ. വിളമ്പി വെക്ക്, ഞാൻ വരാം. അമ്മയ്ക്ക് പിന്നെ ഇവിടുന്ന് പറ്റൂലല്ലോ, ഇവിടുന്ന് കഴിച്ചാൽ വയറിളകും. വല്ലതും ഓർഡർ ചെയ്ത് കൊടുക്കും. അമ്മ നിക്കാണേ നിക്ക്. അയ്യോ, ഇതിപ്പോ അവിടെയും നിക്കാൻ പറ്റാണ്ടായി, ഇവിടെ വന്നാ നിക്കാന്ന് പറഞ്ഞ ആ അവസ്ഥയും ഞാൻ ഇല്ലാണ്ടായി. ഇപ്പൊ ഞാൻ എന്ത്? ഒരാളെ 5 പൈസന് തരുമോ? അവനോട് ചോദിക്കാനും പറ്റും.